ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപാത്ര സീരിയലിലേക്ക് ഇത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് മഹേഷ് കേട്ടോ. അതേസമയം സ്വപ്നവേദി രാമനാഥൻ പറയേണ്ട രാമനൊന്ന് പോയി ചോദിക്കുക അവരോട് എന്താ കാര്യം വേണ്ട സ്വപ്നം ഇപ്പൊ ഒന്നും പോയി ചോദിക്കണ്ട. അവൻ പറഞ്ഞത് ഓർമ്മയിട്ടില്ല, അവൻ ആകെ ദേഷ്യത്തിലാണ്. ഇപ്പൊ പോയാൽ ശരിയാവില്ല, അവനൊന്ന് ഓക്കെ ആവട്ടെ, അതിനുശേഷം നമുക്ക് റൂമിലേക്ക് പോവാം ഇത് സ്വപ്നവേദി എടുത്ത് രാമനാഥൻ പറയട്ടെ. മഹേഷ് ആണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരേതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മഹേഷ് ഇങ്ങനെ ദേവികയുടെ ഒന്നുകൂടി വിളിക്കാന്ന് വിചാരിക്കേണ്ടത്. അങ്ങനെ ഡോക്ടർ ദേവികയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി മഹേഷ് വിളിക്കാട്ടോ. ഡോക്ടർ ദേവിക വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരിക്കും. മഹേഷിന്റെ കോള് കാണുമ്പോഴേക്കും വണ്ടി ഒന്ന് ഒതുക്കിയതിനു ശേഷം കോൾ എടുക്കുന്നുണ്ട്. ഹലോ മഹേഷ്, ആ ദേവിക ഡോക്ടർ, ആ പറ മഹേഷ്, എന്നെ ഘോഷിച്ചത് മതിയായില്ലേ മഹേഷ്, എനിക്ക് മടുത്തു മഹേഷ്, മഹേഷ് പറയുന്നത് കേൾക്കാൻ ഉള്ളവൾ തന്നെയാണ് ഞാൻ, പക്ഷെ എനിക്കിനി താങ്ങാൻ പറ്റില്ല മഹേഷ് എന്ന് പറയണ. മഹേഷ് പറയണ്ട സോറി ഡോക്ടർ, ഡോക്ടർ ഒരു പെൺകുട്ടിയുടെ ജീവൻ തകർത്തു എന്നൊക്കെ ആലോചിച്ചപ്പോ ഒരു ഡോക്ടറായിട്ട് ഡോക്ടർ ഒരു പെൺകുട്ടിയുടെ ജീവൻ തകർത്തല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിലാണ് ഞാൻ ഇഷിതയുടെ ഭർത്താവായിട്ടല്ല ഡോക്ടറുടെ മുമ്പിൽ ആ സമയത്തിരുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ തകർത്തത് എന്ന് ആലോചിച്ചിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചത്. സോറി ഡോക്ടർ, എന്നോട് ക്ഷമിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ സംസാരിക്കുന്നത് ഡോക്ടറിന്റെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഇഷിതയുടെ ഭർത്താവായിട്ടാണ്. ആ ഡോക്ടർ ഇഷിതയുടെ ഭർത്താവ് മഹേഷ് ചന്ദ്രന് ഡോക്ടറോട് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദിയോ? അതെന്തിനാ മഹേഷ് ചോദിക്കുമ്പോ ഡോക്ടർ അന്ന് ഒരു നുണ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് എന്റെ ഇഷിതനെ കിട്ടിയത് അല്ലെ. ഇപ്പൊ ഡോക്ടർ അന്ന് നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മാധവ് തന്നെ ഇഷിതനെ വിവാഹം കഴിച്ചാല്. അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ മോളും അനാഥരായി പോയാരെ. ഇഷിതനെ എനിക്കും എന്റെ മോൾക്ക് കിട്ടാൻ കാരണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ തന്നെയല്ലേ. എല്ലാ ചീത്ത കാര്യത്തിന്റെ പുറകിൽ ഒരു നല്ല കാര്യം ഉണ്ടാവുമെന്ന് പറയാറില്ലേ, അത്രയായിട്ട് ഞാൻ ഇപ്പൊ ഇതിനെ കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ദേവിക പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഈ പ്രൊഫഷൻ അവസാനിപ്പിക്കാൻ പോവാൻ മഹേഷ്. ഞാൻ എന്ത് തന്നെ എന്റെ രാജിക്കത്ത് കൊടുക്കാൻ പോവാ. ഇനി ഡോക്ടറായിട്ടിരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല എന്ന് ദേവിക പറയുമ്പോ മഹേഷ് പറയട്ടെ ഡോക്ടർ അങ്ങനെ പറയരുത്. ഡോക്ടർ ഇതിന്റെ വാശിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി നല്ല നല്ല പെൺകുട്ടികളെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് അവരോട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അത് സക്സസ് ആക്കുക. അതാണ് ഡോക്ടർക്ക് ഇതിനുള്ള ഒരു പ്രായശ്ചിത്വം കണ്ടത്. അതിനുവേണ്ടി ഡോക്ടർ ഇട്ടായേ പറ്റൂ എന്നൊക്കെ പറയുമ്പോ ഡോക്ടർ പറഞ്ഞില്ല മഹേഷ്, എനിക്കിനി ആരെ നോക്കാൻ പറ്റത്തതില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പ്രൊഫഷണൽ ഒട്ടും യോഗ്യതയല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ജോലി രാജിവെക്കാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞു ദേവിക ഡോക്ടർ ഫോൺ കട്ട് ചെയ്യാട്ടോ. മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു തനിക്ക് ഇഷിതനെ കിട്ടാൻ കാരണം ഏറെക്കുറെയൊക്കെ ആ ഡോക്ടറാണ്. പക്ഷെ ഇഷിതയെ വീട്ടുകാർ വിഷമിക്കാൻ കാരണം അവര് തന്നെയാണ് എന്ന് മഹേഷ് ഇങ്ങനെ മനസ്സിലാക്കാട്ടോ. ശേഷം പെട്ടെന്ന് മഹേഷ് ഇഷിതയെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇഷിത തന്റെ അടുത്ത് വന്നിരുന്നതോ അവിടെ നമ്മളുടെ ഫസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നെ ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് മഹേഷിന് പുറകിയത് ഒരു വിളി വരുവാണ്. മഹേഷ് ഇത് പറഞ്ഞ് വിളിക്കാണ്. മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോ അത് ഇഷിതയാട്ടോ. ഇഷിതനെ നോക്കുമ്പോ തന്നെ മഹേഷ് ഇഷിത എന്ന് പറയുമ്പോഴേക്കും മഹേഷ് വാ, എന്റെ അടുത്ത് വാ എന്ന് പറ്റുമ്പോ രണ്ട് കൈ നീട്ടി ഇഷിത വിളിക്കാണ്. മഹേഷ് എഴുതേക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ. ഇഷിത താ പോയോ? ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അത് മഹേഷിന്റെ തോന്നൽ മാത്രമായിരുന്നു. മഹേഷ് അവിടുന്ന് എഴുതേക്കാൻ വേണ്ടി നോക്കുവാട്ടോ. പക്ഷെ മഹേഷിന് പറ്റുന്നില്ല. വീണ്ടും എഴുതേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. തന്റെ ഇഷിത അവിടെ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു വിചാരമാണ് മഹേഷിന്. മഹേഷ് വേഗം തന്നെ പതുക്കെ എഴുതേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മഹേഷ് അവിടെ വീട് പോവാട്ടോ. പക്ഷെ മഹേഷ് കട്ടില്ല ആ ഒരു തൂണിൽ പിടിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ അപ്പൊ മഹേഷിന് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടാട്ടോ. ശേഷം മഹേഷ് അപ്പുറത്തെ കട്ടിലിന്റെ സൈഡിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കൈയും നിവർത്തി മഹേഷ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാണ്. അങ്ങനെ പതുക്കെ മഹേഷിനെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറ്റുവാട്ടോ. അപ്പൊ മഹേഷ് വല്ലാത്തൊരു സന്തോഷം തോന്നുവാണ്. മഹേഷ് ഒരു കാല് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ വീഴാൻ പോകുന്നുണ്ടെങ്കിലും പിന്നെ ഒരു കാല് വെക്കാണ്. അങ്ങനെ വീഴാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിക്കൊച്ച് പിച്ച് വെച്ച് നടക്കുന്ന പോലെ മഹേഷ് പതുക്കെ നടക്കുവാട്ടോ. അങ്ങനെ മഹേഷിന് നടക്കാൻ പറ്റുവാണ്. മഹേഷിന് സന്തോഷമാവാട്ടോ. ആ സമയത്ത് സ്വപ്നവല്ലി രാമനോട് പറയുന്നത് മാഷല്ല രാമ, ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നില്ല, എന്റെ മോനെ എന്തോ ഇത് പറ്റിയിട്ടുണ്ട്, എന്റെ മോനെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി രാമാനത്തിൽ അവിടെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മഹേഷ് ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച കാണുന്നത് കേട്ടോ. അത് കാണുന്നത് സ്വപ്നവല്ലി രാമ, നമ്മൾ എന്ത് കാഴ്ച കാണുന്നത്, ഇത് സത്യം തന്നെയാണോ രാമ? എന്റെ ഈശ്വര, എന്റെ മോനല്ലേ എഴുന്നേറ്റത്? മോനെ കുറച്ചു മുമ്പ് വരെ ഒന്ന് നിവർന്നിരിക്കാൻ വേണ്ടി നീ എന്നെ വിളിച്ചതല്ലേടാ, നീ ഇപ്പൊ എങ്ങനെ എഴുന്നേറ്റു മോനെ? ഇപ്പൊ എങ്ങനെ എഴുന്നേറ്റു മോനെ? അച്ഛാ, എനിക്ക് എഴുന്നേക്കാൻ പറ്റി വെച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുന്നേറ്റു. ശ്രമിച്ചാലല്ലേ പറ്റുള്ളൂ. ഞാൻ ശ്രമിച്ചു എഴുന്നേക്കാൻ, എന്നെ കൊണ്ട് പറ്റി വെച്ചാ എന്ന് പറയാണ് സ്വപ്നവല്ലി രാമനോടുകൂടി
മഹേഷിനെ കെട്ടിപ്പിടിക്കാട്ടോ. ഈശ്വര സന്തോഷമായി, അപ്പൊക്ക് സന്തോഷമായി മോനെ. ഏത് സ്വപ്ന വേണ്ടി പറയാണ്. സ്വപ്നയോട് ചോദിക്കണ്ട്, അപ്പോ നേരത്തെ വന്നത് അവര് ഡോക്ടർ തന്നെയാണോ മോനെ എന്ന് ചോദിക്കാണ്. അതെ, അവര് ഡോക്ടർ തന്നെയാണമേ. അപ്പൊ അവരെന്തോ മരുന്ന് ചെയ്തിട്ടാണ് നീ എഴുന്നേറ്റ? എല്ലാമേ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് തന്നെ ഞാൻ എഴുന്നേറ്റത്. ഇതിന്റെ ഇപ്പോ അമ്മ സന്തോഷിക്കണില്ലേ, അതിനിരട്ടിയായിട്ട് അമ്മ ഇനി സന്തോഷിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തൊക്കെയാ മോനെ നീ പറയണത്? അതെ അമ്മേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അമ്മ ഇനി സന്തോഷിക്കാൻ വേണ്ടി പോകുവാമേ. പക്ഷെ ആ സന്തോഷം മാത്രം അമ്മയും അച്ഛനും മാത്രം കേട്ടാ പോരാ, അപ്പുറത്തെ മാഷും പ്രിയാമണി അമ്മയെ കേൾക്കണം. നിങ്ങൾ അങ്ങോട്ടേക്ക് വാ വാ എന്നുമായിട്ട് മഹേഷ് വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. തൊട്ടു പിന്നാലെ സ്വപ്നവല്ലി രാമനാഥനും കൂടി പോകുന്നുണ്ട്. ആ സമയം മാഷ് പ്രിയാമണി ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ആരും ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുക. മാഷ് ചോദിക്കുന്നുണ്ട്, ആരാ പ്രിയ ഈ സമയത്ത്? അറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി മാഷും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഹേഷ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറാട്ടോ. മഹേഷിനെ കാണുന്നു പ്രിയാമണി അതുപോലെ തന്നെ മാഷും കൂടി ആകെ അന്താള് ചെയ്ത് നിൽക്കാണ്. ഈശ്വര മാഷി, നമ്മൾ എന്തേ കാണുന്നത്? അതേ പ്രിയ, നമ്മൾ എന്തേ കാണുന്നത്? മോനെ മഹേഷ് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോണ മോനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ, പിന്നെ എന്താ വിചാരിച്ചത്? ഞാൻ കിടപ്പ് വരെ കിടക്കുന്നു. ഈശ്വര, ഇതിനേക്കാളും സന്തോഷം വേറെ എന്ത് വേണം? അമ്മേ അച്ഛ എന്ന് ഇതിനേക്കാളും ഒരു സന്തോഷം വാർത്ത പറയാൻ വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മ അച്ഛനെ കൂടി വന്നോട്ടെ എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി രാമത്തോട് വരുന്നുണ്ട്. മാഷ് പറയട്ടെ, എന്റെ രാമ, മഹേഷ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ കാര്യം രാമൻ എന്താ എന്നോട് പറയാത്തത്? എന്റെ മാഷെ, ഞാനിപ്പോഴാണ് കണ്ടത്. ഞങ്ങൾ അത്ഭുതത്തോടെ നിൽക്കുന്ന സമയത്താ അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, നിങ്ങൾക്കല്ലാത്ത കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. എന്താ മോനെ, എന്താ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ, അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടല്ലോ ഇഷിതയെ കുറിച്ച്, ഇഷിതക്ക് ഒരു കുറവുണ്ടത്, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പ്രിയാമണി പറയുന്നുണ്ട്, അറിയാം മോനെ, അവൾക്കൊരു കുട്ടി അമ്മയാവാൻ സാധിക്കില്ല, അതൊരു കുറവ് അവൾക്ക് ഉണ്ടായിരുന്നു. അതെ, പക്ഷെ അതൊരു കുറവല്ലായിരുന്നു അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. മോനെ എന്തൊക്കെയാ പറഞ്ഞത്? ഇഷിതക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെന്നോ? അതെ അമ്മേ, അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ അമ്മമാരെ പോലെ തന്നെ എത്ര കുട്ടികളെ പ്രസവിക്കാനും കഴിവുള്ളവളാ ഇഷിത. മോൻ എന്തൊക്കെയാ പറയണത്? പ്രിയാമണി ചോദിക്കുമ്പോ, അതെ അമ്മേ, അതൊരു ചതിയുടെ കഥയാണ്. സ്വപ്നവല്ലി ചോദിക്കട്ടെ, ചതിയുടെ കഥയോ? അതെ അമ്മേ, ചതിയുടെ കഥ. ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞ ചതിയത്തിയുടെ കഥ. കുറച്ചു മുമ്പ് ഒരു ഡോക്ടറെ കാണാൻ വന്നില്ല അമ്മേ? ഉവ്വ് വന്നിരുന്നു. അവരാണ് ഡോക്ടർ ദേവിക. അവരാണ് ഇഷിത പ്രഗ്നന്റ് ആവില്ല എന്ന് ആദ്യം വെളിപ്പെടുത്തിയത്. അതൊരു ചതിയായിരുന്നു, മനസ്സിന് പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു ചതി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. മാധവിന്റെ ഇഷിതയുടെ വിവാഹം കഴിഞ്ഞപ്പോ ഡോക്ടർ ദേവികനെ കാണാൻ പോയതും ഇഷിതക്ക് വന്ധ്യതയാണെന്ന് ഡോക്ടർ ദേവിക പറഞ്ഞതും ഒക്കെ തന്നെ മഹേഷ് പറയാണ്. എന്നിട്ട് മഹേഷ് പറയണ്ട, അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത് മനസ്സുരിയാണ്. ഞാനും ഇഷിതെ കുറെ നാള് മുമ്പേ ഒത്തിച്ച് താമസിച്ചിരുന്നെങ്കിൽ അവളിപ്പോ എത്ര കുട്ടികളുടെ അമ്മയായിരുന്നു അറിയാവോ? അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണമ്മേ, അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു പെൺകുട്ടിയാണ് അവള് എന്ന് പറയുമ്പോഴേക്കും അവരെ പൊട്ടിക്കരഞ്ഞു പോകുക കേട്ടോ. ഈശ്വര, ഇത് ഇപ്പൊ തന്നെ എന്റെ മോളെ വിളിച്ച് അറിയിക്കണമല്ലോ എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കോ മഹേഷ് പറയണ്ട, വേണ്ട, ഇപ്പൊ നിങ്ങൾ ആരും ഇഷിതടുത്ത് ഇതിനെ കുറിച്ച് പറയരുത് എന്ന് പറയാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. താഴത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെ കാണാൻ വേണ്ടി പ്രിയാമണി പോകുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് മനസ്സിന് ചോദിക്കുമ്പോൾ പ്രിയാമണി ഒറ്റ മുഖത്തോട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഇഷിത ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും മഹേഷ് എഴുന്നേറ്റ് നടക്കണം കാണുമ്പോ ഇഷിത അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മഹേഷ് ഇഷിതേനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കറക്കുവാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ പ്രൊമോ തീരുന്നത് കേട്ടോ. സോറി, ഇത് സുഖമില്ലായ്മ ഉള്ളത് കൊണ്ടാണ് മൂക്ക് അടഞ്ഞിരിക്കുന്നത്, വോയിസ് ഒന്ന് അടഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.